നമസ്കാരം. ഷെഖേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. സീറോ മലബാർ സഭ മൈക്രോ മൈനോറിറ്റിയായി മാറുന്നുവെന്ന് ആശങ്ക പങ്കുവച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ സംഘടിപ്പിച്ച ദുക്രാന തിരുനാളിലും സഭാദിന ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. സഭയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദിക സമർപ്പിത അൽമായ പ്രതിനിധികളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ദീപ്തസ്മരണ പുതുക്കുന്ന ജൂലൈ 3 സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ദുക്രാന തിരുനാൾ ആചരണവും സീറോ മലബാർ സഭാദിനാഘോഷവും പ്രൗഢഗംഭീരമായി ആചരിച്ചു. അന്നേ ദിവസം രാവിലെ 8:30 സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തിക്കൊണ്ട് സഭാദിനാഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു. തുടർന്ന് 8:45 മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാന അർപ്പിച്ചു. ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ കുർബാന മധ്യേ വചന സന്ദേശം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, റോജി എം ജോൺ എന്നിവരും ചീഫ് വിപ്പ് അബു ജോൺ ജോസഫും മുഖ്യ അതിഥികളായി പങ്കെടുക്കുകയും സീറോ മലബാർ സഭയുടെ ആദരം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതോടൊപ്പം സീറോ മലബാർ സഭാംഗവും കത്തോലിക്ക കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായ പ്രമുഖ പ്രവാസി വ്യവസായി ഷെവലിയാർ ഡേവിസ് എടക്കളത്തൂരിനെയും ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. സീറോ മലബാർ സഭ മൈക്രോ മൈനോറിറ്റിയായി മാറുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആശങ്ക പങ്കുവച്ചു. ഗവൺമെന്റിന്റെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റാസ് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പുറത്തു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റി ഒരു മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് തീരുകയാണ്. ആൾബലം കുറയുന്നു, വർധനവില്ലാതാകുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ താഴോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമുദായം അംഗസംഖ്യയിൽ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ സമുദായത്തിൻ്റെ ഈ നാടിനോടുള്ള ശുശ്രൂഷകളുടെ വലുപ്പം നമ്മുടെ സംഖ്യാബലത്തെക്കാൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലുതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ തമസ്കരിക്കുന്ന ചില ഇടങ്ങൾ, ചില സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ സമുദായം ചെയ്ത ശുശ്രൂഷകൾക്ക് എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുശേഷിപ്പിൻ്റെ പ്രയോഗമാണ് പള്ളിക്കൂടം. ചാവറയച്ചൻ്റെ കൽപ്പനയാണ്. പള്ളികൾക്കൊത്ത് പള്ളിക്കൂടമില്ലെങ്കിൽ ആ കത്തനാര് പള്ളിക്കുറ്റത്തിൽ നിർത്തണമെന്ന് ചങ്കൂറ്റമായിട്ട് പറഞ്ഞ ഒരു ചാവറ പിതാവ് നമുക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അന്ന് കാണിച്ച വലിയ ദൂരക്കാഴ്ചയാണ് നമ്മുടെ എല്ലാ പള്ളികളുടെ മുറ്റത്തും ഒരു പള്ളിക്കൂടം ഉണ്ടാകാനായിട്ട് കാരണമായത്. ഇന്ന് പള്ളിക്കൂടങ്ങളെക്കുറിച്ചൊക്കെ പരാതികളുണ്ടെങ്കിൽ പോലും കേരളം സാക്ഷര കേരളമായിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിലെ സാക്ഷരത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കാസ്റ്റ് സിസ്റ്റത്തിനെ നമ്മൾ സമ്മർദ്ദം കൊണ്ട് കീഴടക്കിയിട്ടുണ്ട്. 2026 ഒക്ടോബർ 19 മുതൽ 23 വരെയുള്ള തീയതികളിൽ റോമിൽ വെച്ച് നടക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ മീറ്റിന് മുന്നോടിയായി 40 രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പതാക പ്രയാണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന് പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന പുസ്തക പരമ്പരയിലെ 2ാമത്തെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടു. തൃശൂർ അതിരൂപത സഹായമിത്രന്മാർ ടോണി നീലങ്കാവിൽ, റവറൽ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. മാർത്തോമ നസ്രാണികളുടെ വിശ്വാസ പൈതൃകത്തിന്റെ ഓർമ്മപ്പെടുത്തലായും സാമുദായിക ഐക്യബോധത്തിന്റെ ആവിഷ്കാരമായും മാറിയ ഈ മഹാസംഗമത്തിൽ സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദിക സമർപ്പിത അൽമായ പ്രതിനിധികൾ ഒത്തുചേർന്നു. വത്തിക്കാന്റെ വിലക്ക് ലംഘിച്ച് പുതിയ ബിഷപ്പുമാരെ വാഴിച്ചതിനെ തുടർന്ന് സഭാഭ്രഷ്ടം നേരിടുന്ന ലെഫബ്രവിസ്റ്റ് വൈദികർക്കും അൽമായർക്കും കത്തോലിക്ക സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു. ലിയോ 14 മാർപ്പാപ്പ നിർദ്ദേശപ്രകാരം വിശ്വാസ തിരുസംഘം തയ്യാറാക്കിയ ഈ അടിയന്തര മാർഗരേഖകൾ ആഗോള സഭയിലെ എല്ലാ മെത്രാന്മാർക്കും വത്തിക്കാൻ പ്രതിനിധികൾ വഴി കൈമാറിയിട്ടുണ്ട്.
വത്തിക്കാന്റെ വിലക്ക് ലംഘിച്ച് പുതിയ ബിഷപ്പുമാരെ വാഴ്ചനെ തുടർന്ന് സഭാപ്രശ്നം നേരിടുന്ന ലെഫെബ്രിസ്റ്റ് വൈദികർക്കും അൽമായർക്കും കത്തോലിക്ക സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് മടങ്ങിവരുന്നുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു. ലിയോ 14 മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം വിശ്വാസ തിരുസംഘം തയ്യാറാക്കിയ ഈ അടിയന്തര മാർഗരേഖകൾ ആഗോള സഭയിലെ എല്ലാ മെത്രാന്മാർക്കും വത്തിക്കാൻ പ്രതിനിധികൾ വഴി കൈമാറിയിട്ടുണ്ട്. പുതിയ മാർഗരേഖ പ്രകാരം കത്തോലിക്ക സഭയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന വൈദികർ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങളും വത്തിക്കാന്റെ ഔദ്യോഗിക വിശുദ്ധ കുർബാന ക്രമങ്ങളും പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. തങ്ങളെ താൽക്കാലികമായി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു രൂപത മെത്രാനെ കണ്ടെത്തുക, മാർപ്പാപ്പയ്ക്ക് സ്വന്തം കൈപ്പടിയിൽ മാപ്പപേക്ഷ എഴുതുക, ഒപ്പം സഭയോടുള്ള വിശ്വസ്ത പ്രഖ്യാപനത്തിന് ഒപ്പുവെക്കുക തുടങ്ങിയ 5 ഘട്ടങ്ങളായുള്ള കർശന വ്യവസ്ഥകളാണ് വൈദികർക്ക് മുന്നിലുള്ളത്. അതേസമയം ആത്മീയ കാരണങ്ങളാൽ മാത്രം ഈ സമൂഹത്തിന്റെ കുർബാനകളിൽ പങ്കെടുത്ത സാധാരണ വിശ്വാസികൾക്ക് ഇനിമേൽ അവിടെ പോകില്ലെന്ന ദൃഢനിശ്ചയത്തോടെ കത്തോലിക്ക വൈദികർ വഴി പാപസങ്കീർത്തനം നടത്തി സഭയിലേക്ക് മടങ്ങാമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ഡിജിറ്റൽ യുഗത്തിലെ കത്തോലിക്ക മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാകുന്നതിനേക്കാൾ മുൻപ് യേശുവിന്റെ യഥാർത്ഥ അനുയായികളാകാൻ ശ്രദ്ധിക്കണമെന്ന് വത്തിക്കാൻ സുവിശേഷവൽക്കരണ വിഭാഗം സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫോർച്യുനാറ്റസ് നവാചുക്കുയാണ് റോമിൽ നടന്ന അന്താരാഷ്ട്ര മാധ്യമ അക്കാദമിയുടെ സമാപന സമ്മേളനത്തിൽ യുവ മാധ്യമ പ്രവർത്തകർക്കായി ഈ സന്ദേശം നൽകിയത്. ഡിജിറ്റൽ യുഗത്തിലെ കത്തോലിക്ക മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാകുന്നതിനേക്കാൾ മുൻപ് യേശുവിന്റെ യഥാർത്ഥ അനുയായികളാകാൻ ശ്രദ്ധിക്കണമെന്ന് വത്തിക്കാൻ സുവിശേഷവത്കരണ വിഭാഗം സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫോർച്യുനാറ്റസ് നവാചുക്കുവാണ് റോമിൽ നടന്ന അന്താരാഷ്ട്ര മാധ്യമ അക്കാദമിയുടെ സമാപന സമ്മേളനത്തിൽ യുവ മാധ്യമപ്രവർത്തകർക്കായി ഈ സന്ദേശം നൽകിയത്. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും വഴി ലോകത്തെ സ്വാധീനിക്കാൻ അസാധാരണമായ കരുത്ത് ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ കത്തോലിക്ക മാധ്യമപ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. അനുയായികളുടെ എണ്ണമോ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങളോ അല്ല നിങ്ങളുടെ ഐഡന്റിറ്റി നിശ്ചയിക്കേണ്ടതെന്നും ദൈവത്തോട് സംസാരിക്കാത്ത ആശയവിനിമയക്കാരന് ലോകത്തോട് മൂല്യമുള്ള ഒന്നും പറയാൻ കഴിയില്ലെന്നും വത്തിക്കാൻ പ്രതിനിധി വ്യക്തമാക്കി. കാമറൂണിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ വൈദികനും സെമിനാരി വിദ്യാർത്ഥികൾക്കും മോചനം. ജൂൺ 27 രാത്രിയാണ് എൻകോങ് സാംബ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോൺ ബോസ്കോ ബിഹ്കോങ്ങിനെയും ഫ്രറ്റേണിറ്റി ഓഫ് ഫ്രാൻസിസ്കൻ ഓഫ് ഇമാനുവൽ സമൂഹത്തിലെ 2 അംഗങ്ങളെയും അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികനെയും 2 ഫ്രാൻസിസ്കൻ സന്യാസ സഹോദരന്മാരെയും സുരക്ഷിതമായി മോചിപ്പിച്ചു. കാമറൂണിലെ എൻകോങ് സാംബ രൂപതയുടെ ചാൻസലർ ഫാദർ ലൂക്ക് റോജർ ഒപ്പിട്ട ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഇവരുടെ മോചന വാർത്ത വത്തിക്കാൻ സ്ഥിരീകരിച്ചത്. തന്റെ ജന്മനാട്ടിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം മടങ്ങുകയായിരുന്ന നവവൈദികൻ ഫാദർ ജോൺ ബോസ്കോ ബിഹ്കോങ്, ഫ്രാൻസിസ്കൻ സന്യാസിമാരായ ബ്രദർ സിൽവസ്റ്റർ സെവോങ്, ബ്രദർ മേരി റോഡ്രിക് എന്നിവരെയാണ് ജൂൺ 27 വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ വെച്ച് വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയത്. പ്രാർത്ഥനകളിലൂടെയും ദൈവാനുഗ്രഹത്താലും തങ്ങളുടെ ശുശ്രൂഷകർ സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നതായി രൂപത അറിയിച്ചു. ഒരു ദശാബ്ദത്തോളമായി കാമറൂണിൽ തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ കത്തോലിക്ക വൈദികരും മിഷണറിമാരും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള പ്രശസ്ത ദക്ഷിണ കൊറിയൻ നടനും കേപോപ്പ് ബാൻഡുമായ ആസ്ട്രോംഗവുമായ ചാവുൻ വു കത്തോലിക്ക സഭയിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. നിലവിൽ കൊറിയൻ സൈന്യത്തിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കുന്ന താരം കഴിഞ്ഞ ജൂണിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ഏജൻസിയായ ഫറ്റാൻജിയോ സ്ഥിരീകരിച്ചു. കൊറിയൻ ഡ്രാമകളിലൂടെയും കേക്ക് പോപ്പ് സംഗീതത്തിലൂടെയും ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ഹരമായി മാറിയ ചാവുൻ വു ഇനി കത്തോലിക്ക വിശ്വാസി. ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൊറിയൻ ആർമിയിലെ ഔദ്യോഗിക കത്തോലിക്ക ചടങ്ങിൽ വെച്ചായിരുന്നു താരത്തിന്റെ ജ്ഞാനസ്നാനം. അപ്പോസ്തോലനായ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ നാമമാണ് താരം ജ്ഞാനസ്നാന നാമമായി സ്വീകരിച്ചത്. ദക്ഷിണ കൊറിയയിൽ യുവാക്കൾക്ക് നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവന കാലയളവിലാണ് ചാവുൻ വു ഈ ആത്മീയ വഴി തിരഞ്ഞെടുത്തത്. കൊറിയൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് അവരുടെ താൽപര്യപ്രകാരം വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ ലഭ്യമായ ആത്മീയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് താരം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് എത്തിയത്. ഇതിനു മുൻപ് തന്റെ മതപരമായ വിശ്വാസങ്ങളെക്കുറിച്ച് ചാവുൻ വുവോ അദ്ദേഹത്തിന്റെ ഏജൻസിയോ പരസ്യമായി ഒരിടത്തും പ്രതികരിച്ചിരുന്നില്ല. 2025 ജൂലൈയിൽ സൈന്യത്തിൽ ചേർന്ന താരം നിലവിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മിലിറ്ററി ബാൻഡിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. 2027 ജനുവരിയിലാകും ചാവുൻ വുവിന്റെ സൈനിക സേവനം അവസാനിക്കുക. കൊറിയൻ ഡ്രാമ മേഖലയിൽ ഗായകനായും നടനായും തിളങ്ങി നിൽക്കുന്ന ചാവുൻ വു ട്രൂ ബ്യൂട്ടി, ഗംന ബ്യൂട്ടി തുടങ്ങിയ ജനപ്രിയ ഡ്രാമകളിലൂടെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. പ്രത്യേകിച്ച് സൂപ്പർ ഹിറ്റ് ഫാന്റസി സീരീസായ ഐലൻഡിൽ പിശാചുബാധ ഒഴിപ്പിക്കുന്ന ഒരു കത്തോലിക്ക വൈദികന്റെ വേഷം അദ്ദേഹം അതീവ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. സ്ക്രീനിൽ വൈദികനായി തിളങ്ങിയ താരം യഥാർത്ഥ ജീവിതത്തിലും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ.
ജൂലൈ മാസത്തിലെ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പുറത്തുവിട്ടു. മനുഷ്യജീവനോടുള്ള ആദരവിനായി പ്രാർത്ഥിക്കാൻ പാപ്പ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യജീവൻ ദൈവത്തിന്റെ അമൂല്യ ദാനമാണെന്നും വിശ്വാസികളോട് ലിയോ 14 പാപ്പ. മനുഷ്യജീവന്റെ എല്ലാ ഘട്ടങ്ങളെയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന ആഹ്വാനവുമായി ജൂലൈ മാസത്തെ ആഗോള പ്രാർത്ഥനാ നിയോഗം പ്രഖ്യാപിച്ച് ലയോ 14 പാപ്പ. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ അമൂല്യദാനമാണെന്ന് തിരിച്ചറിയണമെന്നും സംരക്ഷിക്കണമെന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് പാപ്പ അഭ്യർത്ഥിച്ചു. പാപ്പയുടെ വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ പാപ്പയുടെ പ്രതിമാസ പ്രാർത്ഥനാ നിയോഗ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ജൂലൈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം പ്രഖ്യാപിച്ചത്. അസ്തിത്വത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഭൂമിയിലെ യാത്രയുടെ അവസാന ശ്വാസം വരെ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ ദാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഓരോ വ്യക്തിയുടെയും അതുല്യവും ആവർത്തിക്കാത്തതുമായ മൂല്യം തിരിച്ചറിയാനും സംരക്ഷിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ജീവനെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്വീകരിക്കുവാനും ദുർബലരെയും നിസ്സഹായരെയും സ്നേഹത്തോടെ പരിചരിക്കുവാനും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും ബഹുമാനിക്കുവാനും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളുവാനും ക്രൈസ്തവരെ പാപ്പ ക്ഷണിച്ചു. നിസ്സംഗതയിലേക്കും വലിച്ചെറിയൽ സംസ്കാരത്തിലേക്കും വീഴുമ്പോൾ മറ്റുള്ളവരെ സ്നേഹത്തിന് അർഹരായ വ്യക്തികളായി കാണാൻ കഴിയാതെ പോകുന്നതിന് ദൈവത്തോട് ക്ഷമയും അദ്ദേഹം ചോദിച്ചു. ജീവിതത്തെ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന പുതിയ ഹൃദയവും ജീവനെ പ്രവൃത്തിയിലൂടെ സംരക്ഷിക്കുന്ന ഉദാരമായ കരങ്ങളും നൽകണമെന്ന് പാപ്പ പ്രാർത്ഥിച്ചു. യൂറോപ്പിൽ റെക്കോർഡുകൾ ഭേദിച്ചു തുടരുന്ന കടുത്ത ഉഷ്ണതരംഗത്തിന് പിന്നാലെ ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടരുന്നു. തെക്കൻ ഫ്രാൻസിലുണ്ടായ ശക്തമായ കാട്ടുതീയെ തുടർന്ന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 3000-ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് പേർക്കാണ് ഉഷ്ണതരംഗത്തെ തുടർന്ന് യൂറോപ്പിൽ ജീവൻ നഷ്ടമായത്. യൂറോപ്പിൽ റെക്കോർഡുകൾ ഭേദിച്ചു തുടരുന്ന കടുത്ത ഉഷ്ണതരംഗത്തിന് പിന്നാലെ ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടരുകയാണ്. തെക്കൻ ഫ്രാൻസിലുണ്ടായ ശക്തമായ കാട്ടുതീയെ തുടർന്ന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 3000-ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കടുത്ത വരൾച്ചയും ശക്തമായ കാറ്റും അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തെക്കൻ ഫ്രാൻസിലെ ക്യാമ്പ് സൈറ്റുകളിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചത്. 100 അഗ്നിശമന സേനാംഗങ്ങളും പ്രത്യേക ഹെലികോപ്റ്ററുകളും തീ അണയ്ക്കാനായി രംഗത്തുണ്ട്. സ്പെയിനിലെ വനമേഖലകളിലും കടുത്ത ചൂടിനെ തുടർന്ന് വൻതോതിൽ കാട്ടുതീ പടരുകയാണ്. ജൂൺ മാസം മുതൽ യൂറോപ്പിൽ അനുഭവപ്പെടുന്ന തീവ്രമായ ഉഷ്ണതരംഗം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഫ്രാൻസിൽ മാത്രം ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാൽ 1000-ഓളം പേർ മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. നെതർലൻഡ്സിലും മരണസംഖ്യ ഉയരുകയാണ്. വരും ദിവസങ്ങളിലും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അന്തരീക്ഷ ഈർപ്പം കുറയുന്നതും വരണ്ട കാലാവസ്ഥയുമാണ് കാട്ടുതീ വേഗത്തിൽ പടരാൻ കാരണമാകുന്നത്. ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചൂടുപിടിക്കുന്ന ഭൂഖണ്ഡമായി യൂറോപ്പ് മാറിയിരിക്കുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ 15 കോടിയിലധികം ജനങ്ങളാണ് കടുത്ത ഉഷ്ണതരംഗത്തിന്റെ പിടിയിലുള്ളത്. ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും താപനില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത വിഖ്യാത ചിത്രം ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് 4K ദൃശ്യഭംഗിയോടും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനത്തോടും കൂടി തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്യുമെന്ന് ലയൺസ് ഗേറ്റും ഫാത്തം എന്റർടൈൻമെന്റും അറിയിച്ചു. 2026 സെപ്റ്റംബർ 10 മുതൽ 17 വരെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ജൂലൈ 24 ആരംഭിക്കും. മെൽ ജിബ്സന്റെ വിഖ്യാത ചലച്ചിത്രം ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പുതിയ 4K ദൃശ്യഭംഗിയോടും ഡോൾബി അറ്റ്മോസ് ശബ്ദവിന്യാസത്തോടും കൂടി തിയേറ്ററുകളിൽ വീണ്ടും റിലീസിന് ഒരുങ്ങുന്നു. ഏറെ നാളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ദി റെസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ അണിയറ കാഴ്ചകളും ഈ റിലീസിനൊപ്പം പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലയൺസ് ഗേറ്റും ഹാദം എന്റർടൈൻമെന്റും സംയുക്തമായാണ് ചിത്രത്തിന്റെ റീ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും വർഷം സെപ്റ്റംബർ 10 മുതൽ 17 വരെയാണ് തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുക. ഇതിനായുള്ള ടിക്കറ്റ് വിൽപ്പന ജൂലൈ 24 ആരംഭിക്കും. യേശുക്രിസ്തുവായി ജിം കാവിയസിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം 3 ഓസ്കാർ നാമനിർദ്ദേശങ്ങൾ സ്വന്തമാക്കിയിരുന്നു. 2004 റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയമാണ് നേടിയത്. ആദ്യ 5 ദിവസത്തിനുള്ളിൽ തന്നെ $100 മില്യൺ കളക്ഷൻ നേടിയ ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഒരു R-റേറ്റഡ് ചിത്രത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് റെക്കോർഡുകളും അന്ന് സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ദി റെസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ചിത്രീകരണം മെൽ ജിബ്സൺ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യ ഭാഗത്തിന് റീ റിലീസ് വാർത്തയും എത്തുന്നത്. ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ഈ രണ്ടാം ഭാഗം 2 ഭാഗങ്ങളായാണ് തിയേറ്ററുകളിൽ എത്തുക. ഇതിന്റെ ആദ്യ പതിപ്പ് 2027 മെയ് 6 സ്വർഗാരോഹണ വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തും. ഈ രണ്ടാം ഭാഗത്തിന് സവിശേഷമായ അണിയറ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ആദ്യ ഭാഗം ഇപ്പോൾ റീ റിലീസിന് ഒരുങ്ങുന്നത് എന്നത് സിനിമാ പ്രേമികൾക്ക് ഇരട്ടി മധുരമേകും. വിയറ്റ്നാമീസ് കത്തോലിക്ക വൈദികൻ ഫാദർ ഫ്രാൻസിസ് സേവിയർ ട്രാങ്ങിന്റെ ജീവിതത്യാഗത്തിന് സ്ഥിരസഭയുടെ അംഗീകാരം. വിയറ്റ്നാമിലെ ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്ത് 10,000 കണക്കിന് വിശ്വാസികൾ.
ഒന്നാം ഇന്തോ ചൈന യുദ്ധത്തിനിടെ ഇടവകക്കാരെ രക്ഷിക്കാൻ വീരോചിതമായി സ്വജീവൻ ബലിയർപ്പിച്ച വിയറ്റ്നാമീസ് കത്തോലിക്ക വൈദികൻ ഫാദർ ഫ്രാൻസിസ് സേവ്യർ ട്രൂങ്ങിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. വിയറ്റ്നാമിലെ ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന ചടങ്ങിനാണ് ജൂലൈ 2 മെക്കോങ് ഡെൽറ്റയിലുള്ള കാൻതോ രൂപതയിലെ ടാക്സെ ദേവാലയം വേദിയായത്. 70,000-ലധികം കത്തോലിക്ക വിശ്വാസികൾ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനായി ഒരുമിച്ചുകൂടി. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്രൊപ്രിഫെക്റ്റും ലയോ 14 പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയുമായി എത്തിയ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലെയാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തിയത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവസ്നേഹത്തോട് പ്രതികരിക്കാൻ വാഴ്ത്തപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ ട്രൂങ്ങിന്റെ ജീവിതം നമ്മെ ക്ഷണിക്കുകയാണെന്ന് കർദിനാൾ ടാഗ്ലെ പറഞ്ഞു. താൻ നേരിട്ട അപകടങ്ങൾക്കിടയിലും തന്റെ ജനത്തോടൊപ്പം നിലനിന്നതിലൂടെ വാഴ്ത്തപ്പെട്ട സേവ്യർ ട്രൂങ് ധൈര്യവും അനുകമ്പയും അചഞ്ചലമായ വിശ്വാസവും ഒരുപോലെ പ്രകടിപ്പിച്ചുവെന്നും കർദിനാൾ പറഞ്ഞു. വിയറ്റ്നാമിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാരിക് സാലവ്സ്കി, വിയറ്റ്നാം, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരും ബിഷപ്പുമാരും 2000-ഓളം വൈദികരും ദിവ്യബലിയിൽ സഹകാർമ്മികരായി. ആയിരക്കണക്കിന് സന്യാസിമാരും വിശ്വാസികളും തിരുക്കർമ്മങ്ങളിൽ പ്രാർത്ഥനയുടെ ഭാഗഭാക്കായി. 1897 ജനുവരി 1 ആൻജിയാങ് പ്രവിശ്യയുടെ ഭാഗമായ കോൺഫൂക്ക് ഇടവകയിലാണ് ട്രൂങ് ബു ജനിച്ചത്. 1924 വൈദികനായി. 1930 ടാക്സെ ഇടവക വികാരിയായി നിയമിതനായ അദ്ദേഹം 16 വർഷം അവിടെ ചെലവഴിച്ചു. ലളിതമായ ജീവിതശൈലി, പൂർണ്ണ സമർപ്പണത്തോടെയുള്ള സേവനം, ദരിദ്രരോട് കാണിച്ച കാരുണ്യം എന്നിവയിലൂടെ പൊതുസമൂഹത്തിന്റെ ബഹുമാനം അദ്ദേഹം നേടിയിരുന്നു. 1930 ടാക്സെ ഇടവകയിലേക്ക് നിയോഗിക്കപ്പെട്ട അദ്ദേഹം തന്റെ അക്ഷീണമായ പ്രവർത്തനം തുടർന്നു. ഒന്നാം ഇന്തോ ചൈന യുദ്ധത്തിന്റെ പ്രക്ഷുബ്ധാവസ്ഥയിൽ ദുർബലരായ ആളുകളെ സംരക്ഷിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ തീക്ഷ്ണതയും സന്നദ്ധതയും ഏറെ ശ്രദ്ധ നേടി. തന്റെ ഇടവകക്കാരെയും പ്രദേശവാസികളെയും ജീവൻ പണയം വെച്ചും അദ്ദേഹം ചേർത്തുപിടിച്ചു. 1946 മാർച്ച് 12 അദ്ദേഹത്തിന്റെ ഇടവകയിലെ 70-ലേറെ പേരും തടവിലാക്കപ്പെട്ടു. തന്റെ ഇടവകാംഗങ്ങളുടെ മോചനത്തിനായി അദ്ദേഹം സൈനികരുടെ മുൻപിൽ സമ്മർദ്ദം ചെലുത്തി. അന്നു രാത്രി അദ്ദേഹം ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഇടവകാംഗങ്ങൾ യാതൊരു പരുക്കുമേൽക്കാതെ മോചിതരായിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹത്തിന്റെ നാമകരണത്തിന് ലയോ 14 പാപ്പയാണ് അംഗീകാരം നൽകിയത്. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.